ഇലക്ട്രോ കളരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ കാറിൽ വെക്കുന്ന ഒരു സബ്വൂഫറിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മൾ കാറിൽ വെക്കുന്ന സബ്വൂഫർ എന്ന് പറയുന്നത് ട്യൂബ് ടൈപ്പോ അല്ലെങ്കിൽ വലിയ ബോക്സ് ടൈപ്പോ ആയിരിക്കും. ഈ ബോക്സ് ടൈപ്പ് ആയാലും ഈ ട്യൂബ് ടൈപ്പ് ആയാലും അതിന്റെ സൈസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സബ്വൂഫർ നമ്മൾ കാറിൽ വെക്കുന്ന സമയത്ത് അത്രയും സ്പേസ് നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പം ഇത്തരം സ്പേസ് നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ ഒരു സബ്വൂഫർ നമ്മുടെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അത്തരത്തിലുള്ള ഒരു സബ്വൂഫറിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അണ്ടർ സീറ്റ് സബ്വൂഫർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സബ്വൂഫർ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ സീറ്റിന് താഴെ വെക്കാൻ കഴിയുന്ന വളരെ ചെറിയ ഒരു സബ്വൂഫർ സിസ്റ്റം, അതായത് ആക്റ്റീവ് സബ്വൂഫർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇതാണ് സൗണ്ടെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ, ഒരുപാട് കമ്പനിയുടെ അവൈലബിൾ ആണ്. ഇത് സൗണ്ടെക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ആക്റ്റീവ് സബ്വൂഫർ ആണ്. ഇത് അണ്ടർ സീറ്റ് സബ്വൂഫർ ആണ്. ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഏകദേശം 2.5 ഇഞ്ചോളം ആണ് ഇതിന് തിക്നെസ് വരുന്നത്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സീറ്റിന് താഴെയായിട്ട് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ ഈ ഒരു സബ്വൂഫർ നമുക്ക് നമ്മുടെ കാറിന്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഈ ഒരു സബ്വൂഫർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പ് ഉണ്ട്, ആ രാമനാട്ടരെയാണ്. ആ ഷോപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ പോയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഈ ഓട്ടോ ഹബ്ബ് എന്ന് പറയുന്ന ഷോപ്പിലെ ഒരു വർക്കറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിന്ന് ഈ ഒരു സബ്വൂഫർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഈ വണ്ടിക്കകത്ത്, അതായത് മഹീന്ദ്രയുടെ വെരിട്ടോ വൈബ് എന്ന് പറയുന്ന വണ്ടിക്കകത്താണ് നമ്മളിത് ഈ ഒരു സബ്വൂഫർ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, രാമനാട്ടുകാരിലെ നിസരി ജംഗ്ഷനിലാണ് ഈ ഷോപ്പ് പ്രവർത്തിക്കുന്നത്. അത്യാവശ്യം കാറിനും ബൈക്കിനും വേണ്ട ആക്സറീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാസഞ്ചർ സീറ്റിന് താഴെയാണ് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കൺട്രോളർ പരിചയപ്പെടാം. ഇതിന് ഇങ്ങനൊരു കൺട്രോളർ അവൈലബിൾ ആണ്. അതായത് ഈ കൺട്രോളറിനകത്ത് നമുക്ക് 2 നോബുകൾ കാണാൻ കഴിയും. ഒന്ന് ഗെയിനും മറ്റൊന്ന് ഫ്രീക്വൻസിയുമാണ്. അപ്പോൾ ഇങ്ങനെ 2 നോബ് ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ബാസ് നന്നായിട്ട് ട്യൂൺ ചെയ്യാൻ കഴിയും. സാധാരണഗതിയിൽ ഒരു സബ്വൂഫറിൻ്റെ ഗെയിന് മാത്രമാണ് നമുക്ക് കണ്ടിട്ടുള്ളത്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളത്. ഫ്രീക്വൻസി നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം ഈ വരുന്ന ഈ ഒരു നോബിൻ്റെ അകത്ത് നമുക്ക് 2 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ കൺട്രോളർ എക്സ്ട്രാ അങ്ങനെ വരുന്ന ഒരു ഇതായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഡ്രൈവർ സീറ്റിന് സൈഡിലായിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡ്രൈവറിന് എപ്പോഴാണോ ആവശ്യം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളത്, അപ്പോൾ ആ സമയത്ത് നമുക്കിതിനെ വളരെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നമുക്കിനി ഇതിൻ്റെ വയറിങ്ങിലേക്ക് അടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ബാറ്ററി ഇരിക്കുന്ന വയറാണ്, യെല്ലോ വയറാണ്. ഇത് നമുക്ക് ബാറ്ററിൻ്റെ അവിടത്തേക്ക് എത്തിക്കണം. ബാറ്ററിയിലേക്ക് എത്തിക്കണം ഒരു പുള്ളർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഫ്രണ്ടിലുള്ള ഹോൾ വഴി പുറത്തേക്ക് എടുക്കണം. എൻജിൻ ഭാഗത്തേക്ക് കൊണ്ടുവരണം. എൻജിൻ ഭാഗത്താണ് ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. ആ ബാറ്ററി കൊണ്ടുവരുന്ന സമയത്ത് എവിടെയും അധികം വയറുകൾ കിടക്കാത്ത രീതിയിൽ വളരെ നന്നായി ഒതുക്കി വേണം വെക്കാൻ. കാരണം ഒരുപാട് ആക്സറീസ് ഉള്ളതാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പം വയർ കൊണ്ടുവരുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് ഒതുക്കി നന്നായിട്ട് വേണം കൊണ്ടുവരാൻ. അപ്പോൾ നമ്മളിതിൻ്റെ ഇവിടെ ഇതാദ്യം ഫിക്സ് ചെയ്യുന്നില്ല, ഇവിടെ വെച്ചിരിക്കുകയാണ്. ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളിത് കൊടുക്കുന്നുള്ളൂ, കണക്ഷൻ കൊടുക്കുന്നുള്ളൂ. ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പം ബോഡിയിൽ എവിടെയെങ്കിലും നമുക്കിതിൻ്റെ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ബ്ലൂ കളറിൽ കാണുന്ന വയറാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബ്ലൂ കളറിൽ ഈ പവർ കൺട്രോൾ എന്നുള്ള ഒരു സ്വിച്ചിലേക്ക് പോകുന്നൊരു കണക്ഷനാണ്. അതായത് ചാവി ഓണാക്കുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഈ സബ്വൂഫർ ഓൺ ആവാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഒരു കണക്ഷനിലേക്കാണ് ഈ ഒരു യെല്ലോ കേബിൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെറ്റ് അഴിക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് പാനൽ അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തതിന് ശേഷം ഡബിൾ ഡിന്നാണ് നമ്മുടെ ഈ സെറ്റ് ഉള്ളത്. അപ്പം അഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിലാണ് ഇതിൻ്റെ കണക്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് സാധാരണഗതിയിൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ സബ്വൂഫറിനുള്ള പ്രിയാമ്പ് ഓൾറെഡി അവൈലബിൾ ആണ്. സാധാരണഗതിയിൽ അത് ഉണ്ടാവാറില്ല. നോർമൽ രീതിയിൽ നമ്മൾ സൈഡ് സ്പീക്കറിലേക്ക് പോകുന്ന അതിൽ നിന്ന് നമ്മൾ ഒരു ലോ പാസ് ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാറാണ് പതിവ്. അപ്പോൾ അതിന് പകരം ഇതിൻ്റെ അകത്ത് ഓൾറെഡി എന്തുണ്ട്, പ്രിയാമ്പുണ്ട്, സബിലേക്കുള്ള പ്രിയാമ്പുണ്ട്. അതിലേക്കാണ് നമ്മളിപ്പോൾ ഈ ഓറഞ്ച് കളറിലുള്ള കേബിൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സെറ്റ് തിരിച്ച് അങ്ങോട്ട് തന്നെ വയ്ക്കാം.
ഇനി നമുക്ക് ബാക്കിയുള്ള കേബിളുകൾ, ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു സെറ്റ് വെക്കുന്ന സമയത്ത് ഒരുപാട് ബാക്കിലേക്ക് സാധാരണഗതിയിൽ വെക്കുന്നത്, സബ്വൂഫറൊക്കെ ബാക്ക് സൈഡിൽ നമ്മൾ ഡിക്കിയിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേബിൾ 5 മീറ്ററോളം ലെങ്ത്ത് വരും ഏകദേശം. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ സെറ്റിന് താഴെയായിട്ട് ഒതുക്കി വെക്കാം. ഈ സീറ്റിന് താഴെയായിട്ട് നമുക്ക് ഒതുക്കി വെക്കാൻ കഴിയും. അപ്പം ഇനി നമുക്ക് ഈ സബ്വൂഫർ ഫിക്സ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ 3Mൻ്റെ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ ക്ലാമ്പ് ഉണ്ടാവാറുണ്ട്, ക്ലാമ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സബ്വൂഫർ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ട് സീറ്റിന് താഴെയായി വളരെ നന്നായിട്ട് തന്നെ ഫിക്സ് ചെയ്തു. ഇനി വേണ്ടത് ഈ സബ്വൂഫറിൻ്റെ പോസിറ്റീവ് സപ്ലൈ നമ്മൾ നേരത്തെ കൊടുക്കാതെ, ബാറ്ററി ടെർമിനലിൽ കൊടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബാറ്ററിയിലേക്ക് ആ ടെർമിനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സബ്വൂഫർ ഒരു ഓഡിയോ ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ സ്പീക്കർ വഴിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ സ്പീക്കർ വഴിയോ ഒക്കെ ആയിരിക്കും. ശരിക്കും അതിന് റിയൽ ആയിട്ടുള്ള സൗണ്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ കേൾക്കണം, അല്ലെങ്കിൽ ഒരു ഇയർഫോണോ ഹെഡ്സെറ്റോ ഉപയോഗിച്ച് കേൾക്കുകയാണെങ്കിൽ ചെറിയ തോതിലെങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ കാറിലൊക്കെ ഉപയോഗിക്കുന്ന സബ്വൂഫർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലിരിക്കുന്നവർക്ക് യാതൊരു വിധ പ്രയാസവും നേരിടാത്ത രീതിയിൽ തന്നെ നമുക്ക് ഫ്രണ്ടിലുള്ള ഈ ഒരു സിംഗിൾ സീറ്റിന് താഴെയായിട്ട് സബ്വൂഫർ വളരെ സുരക്ഷിതമായിട്ട് ഫിക്സ് ചെയ്യാൻ കഴിയും. അതുവഴി ഒരു സബ്വൂഫർ കാറിൽ വെക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സ്ഥലമുടക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുതന്നെയാണ് ഈ ഒരു അണ്ടർ സീറ്റ് സബ്വൂഫർ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നതും. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഈ സബ്വൂഫറുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.